പെപ്പാറ ഡാം റൂട്ട്. കുട്ടപ്പാറ ഫോറസ്റ്റിൽ കൂടിയാണ് ഈ റൂട്ട് പോകുന്നത്. പെപ്പാറ ഡാം കാണുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. തിരുവനന്തപുരം, നെടുമങ്ങാട്, കുളപ്പട, ആര്യനാട്, കരിക്കകം, കുട്ടപ്പാറ ഫോറസ്റ്റ് ഡിവിഷനിൽ കൂടി പെപ്പാറ ഡാം 38 കിലോമീറ്റർ ആണ് ദൂരം. പെപ്പാറ വന്യജീവി സങ്കേതം പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി പ്രേമികൾക്കും ഒരു പറുദീസയാണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഈ മനോഹരമായ വനത്തിൽ വസിക്കുന്നു. സമീപത്തുള്ള പെപ്പാറ അണക്കെട്ടിൽ നിന്നാണ് ഈ പേര് ഉത്ഭവിച്ചത്. പെപ്പാറ വന്യജീവി സങ്കേതം ഭാഗികമായി പാലോട് റിസർവുമായും കോട്ടൂർ റിസർവുമായും ലയിപ്പിച്ചിരിക്കുന്നു. ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള പെപ്പാറ വന്യജീവി സങ്കേതം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഈർപ്പമുള്ള മിശ്രിത ഇലപൊഴിയും വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നിവയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ച പ്രദാനം ചെയ്യുന്നു. ഇടതൂർന്ന വനങ്ങൾ, പരുക്കൻ ഭൂപ്രകൃതി, അരുവികൾ എന്നിവയെല്ലാം പ്രകൃതി സ്നേഹികളുടെയും സ്വപ്നസ്ഥലമാക്കി മാറ്റുന്നു. ഏറ്റവും മികച്ച ട്രക്കിംഗ് ഓപ്ഷനുകളിൽ ഒന്നാണ് പെപ്പാറ വന്യജീവി സങ്കേതം. വാഴ്വന്തോൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ് കുതിരക്കടുത്തുള്ള കാണിത്തറയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിമനോഹരമായ ഭൂപ്രകൃതിയുടെ ഏറ്റവും മികച്ച കാഴ്ചകൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു അനുയോജ്യമായ ട്രക്കിംഗ് ആണിത്. എന്നിരുന്നാലും ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച അപൂർവ ഇനം മൃഗങ്ങളും പക്ഷികളുമാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഗ്രാവിറ്റി ഡാമാണ് ഈ പെപ്പാറ അണക്കെട്ട്. കരമന നദിക്ക് കുറുകെ പെപ്പാറ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് 1983-84 കമ്മീഷൻ ചെയ്തു. പ്രകൃതി സ്നേഹികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമായ ഈ അണക്കെട്ടും ഇതിന്റെ പരിസരവും ട്രക്കിംഗ്, പക്ഷി നിരീക്ഷണം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണത്തിനുള്ള പ്രധാന ജലസംഭരണിയാണിത്. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.